കക്കാട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ദേശീയപാതയുടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്നാ ജെസ്സിയാക്കാൻ ഫുള്ളാവുക എന്നാലും ഒരുപാടായല്ല മൂന്നാല് വണ്ടിയുണ്ടല്ലേ. ഇവിടെ ടോൾ വരുന്നുണ്ടോ? നമ്മളെ ഇവിടെ ഉണ്ടല്ലേ പുത്തനത്താണി ഭാഗത്ത് വെട്ടിച്ചിട്ടുണ്ട്. ഏതായാലും ടോളിന്റെ ഒരു തന്നെ ആയിരിക്കും. റോഡൊക്കെ ഉഷാറായിരിക്കും. പക്ഷെ ടോള് ഒരു 100 കൊല്ലം 150 കൊല്ലം നമ്മളെ മക്കളൊക്കെ ടോള് കൊടുക്കേണ്ടി വരും. നാളിനിപ്പോ ഇവിടെ ഉണ്ടാവലേ. റോഡിന്റെ ലാഭം കഴിഞ്ഞിട്ടും സംഭവം പോലല്ലോ. റോഡൊക്കെ ഉഷാറാവട്ടെ. നമുക്കിനി നമ്മളെ സൈറ്റിൽ എത്തിയിട്ട് കാണാം. ഷീറ്റ് മാനുഫാക്ചറിങ് കമ്പനിയിൽ എത്തിയിട്ട് കാണാം. നമ്മളൊക്കെ നല്ല ഒരുപാട് കാണാണ്ടെന്നാണ് മൂപ്പര് പറഞ്ഞത്. മൂപ്പര് മുന്നേ പോയിക്കണില്ല ശരിയാക്കാം. മൂപ്പര് 2-3 വട്ടൊക്കെ ഇതേമാതിരി നമ്മൾ ട്രിപ്പ് ഉണ്ടാകുമ്പോൾ മൂപ്പര് ഒന്നും എടുത്തോണ്ടില്ല. അപ്പൊ ഇന്ന് ഞാനൊന്നൊരു വ്ളോഗിലൊന്നും ഉൾപ്പെടുത്തില്ലാച്ചിട്ട് മൂപ്പരെ കൂടെ കൂടിയതാണ്. വേറെ നമുക്ക് ഇനി അവിടുന്ന് കാണാം. എങ്ങനെ അതിന്റെ ഒരു 3-4 കിലോമീറ്റർ കൂടി ഉണ്ട്. കമ്പനികൾക്കൊക്കെ സാധനം നമ്മൾ തന്നെയാണ് കൊടുത്തത് കേട്ടോ. നമ്മുടെ സ്ഥാപനം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കയറ്റം കയറി ഇനി ഒരു ഇറക്കാണ് വെച്ചേക്കാം. അപ്പൊ ഇതാണ് കാണുന്നതാണ് നമുക്ക് പോകാനുള്ള സ്ഥലം. നമ്മുടെ ഷീറ്റിനകത്ത് ഇതൊരു നല്ലൊരു സംഭവം തന്നെ അല്ലേ. ഇനി വേറെ ഒന്നും ഉണ്ടാവുന്നുണ്ട്. ഇതൊരു സംഭവം കാണുന്നല്ലേ. ഒരു പ്രത്യേക സ്ഥലത്ത് അത്യാവശ്യം ഒരുപാട് കമ്പനികളുടെ മാനുഫാക്ചറിങ് ഷോറൂം കാര്യങ്ങളൊക്കെ അല്ലേ. ഭയങ്കര ഇങ്ങനെ ഒരു സംഭവമാണ് ഞാനൊന്നും അറിയട്ടെ. ഇങ്ങനെ കമ്പനി കുമ്മഞ്ചേരി എനിക്കറിയാം. നമ്മളെവിടെ വിളിക്കലൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഹബ്ബായിട്ട് ഒരുപാട് ടീം ഉണ്ടെന്നുള്ള എനിക്കല്ല. അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥാപനം. നമുക്ക് വരാനുള്ള അപ്പൊ ഏതായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കുമ്പഞ്ചേരി ഹാർഡ്വെയർസിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഇവിടുന്ന് ഷീറ്റ് എടുത്തിട്ട് മൂപ്പരെ വണ്ടിയിൽ കയറ്റിയിട്ട് അങ്ങനെ പോകണം. അപ്പോൾ ഗൈസ്
സംഭവം സെറ്റപ്പ് യാർഡാണ്. ഇപ്പോൾ ഈ ഒരു സംഭവം ഇത് ഇങ്ങനെ നീക്കി കൊടുത്തിട്ട് വണ്ടി എവിടെയാണുള്ളത്, പ്രൊഡക്റ്റ് എവിടെയാണുള്ളത്, ആ ഒരു ലെവലിൽ വന്നിട്ട് കണ്ടില്ലേ. വ്ളോഗാണ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് സംഭവം സെറ്റപ്പാണ് കണ്ടില്ലേ. ഞാൻ കരുതി ചെറിയ ക്രെയിൻ വന്നിട്ട് ചെയ്യലാന്ന്, പക്ഷെ ഇങ്ങനെ ഒരു സെറ്റപ്പാന്ന് ഇവിടെ വന്നപ്പോൾ വരുന്നത്. ഇത് വേഗം കഴിയും. ഇതൊരു 1500-1600 സ്ക്വയർ ഫീറ്റാണ്. പക്ഷെ ഇങ്ങനെ കയറ്റുന്നത് വേഗം പെട്ടെന്ന് തീരും. നമ്മളെ കടയിലൊക്കെ ആണെങ്കിൽ ഓരോന്ന് അങ്ങനെ ലോഡ് ചെയ്യണം നമ്മളെ ഭായിമാർ. കണ്ടില്ലേ, ക്രെയിൻ്റെ സെറ്റപ്പ് തന്നെയാണ്. ക്രെയിനല്ല, ഇങ്ങനൊരു ബാറ് കൊടുത്തിട്ട് അതിന് കൂടി ക്രെയിൻ്റെ സെറ്റപ്പാണ്. വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര വെയിറ്റാ തൂങ്ങുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഷീറ്റ് നമുക്ക് തൂക്കത്തിനല്ല സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ അതിൽ നമുക്ക് കാര്യമില്ല. അപ്പോൾ നസിയാക്ക പുറ വണ്ടിൻ്റെ മേലെ കവർ ഇട്ടാണ്. കാരണം ഡാമേജും കാര്യങ്ങളൊന്നും ആവണ്ടല്ല. അടിയത്തെ ഷീറ്റ് ലോഡായി വരുമ്പോൾ അടിയിൽ സാധാരണ ഡാമേജ് ആവുന്നുണ്ട്. അപ്പോൾ അതൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരെ എടുത്തിട്ട് വണ്ടിമ്മക്ക് ലോഡ് ചെയ്തിട്ട് ആ കണക്ഷൻ വിടും. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രെയിൻ്റെ സെറ്റപ്പ് തന്നെയാണ്. നീങ്ങി വന്ന് ഈ ഒരു സംഭവം ഇവിടുന്ന് അവിടെ പോകും, അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് ഇങ്ങനെ നീങ്ങി വരും. പിന്നെ സെൻട്രൽ കൂടി ഇത് നീങ്ങും. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ യാർഡിൽ ഏത് മൂലക്കാണെങ്കിലും വണ്ടിയിൽ സാധനം ലോഡ് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ സംഭവം ലോഡ് ചെയ്തു. ഇനി അതിങ്ങനെ അയക്കും. ഇനിയൊന്നുമില്ല, ഏതാ കണക്ഷൻ വിട്ടിട്ട് ആ ബെൽറ്റ് ഉണ്ട് വരും, അങ്ങനെ വരും. ഇതെങ്ങനെയുണ്ട്? ഇതൊക്കെ തന്നെയാണ് സംഭവങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള ഓരോ യാർഡുകളിൽ വരുമ്പോഴാണ് ഓരോ ടെക്നോളജിയും ഓരോ പരിപാടിയൊക്കെ കാണും. നമ്മളെ കടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി ഭായിമാർ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ലോഡ് ചെയ്യും. 10-50 ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ടൈം പിടിക്കും, കട്ട് ചെയ്യാനുണ്ടാവും. ഇതിപ്പം ഇത്ര പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടില്ല. അപ്പോൾ നമുക്ക് കയറി വന്ന് സംഭവം ലോഡ് കയറ്റി കഴിഞ്ഞ് നേരെ സൈറ്റിൽ പോകണത്. സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൂലക്കൽ ദയാ ഹോസ്പിറ്റലാണ്. അപ്പോൾ ദയാ ഹോസ്പിറ്റലിൻ്റെ പേര് മാറി ജനത ഹോസ്പിറ്റൽ എന്നൊക്കെ ആയിട്ടുണ്ട്. അവിടെയാണ് സൈറ്റ്. അവിടെ കൊണ്ട് നമുക്ക് ഈ ലോഡ് അൺലോഡ് ചെയ്യണം. പക്ഷെ അവിടെ അൺലോഡ് ചെയ്യുമ്പം അവിടെയുള്ള പണിക്കാരാവും. അപ്പോൾ ഈ സമയത്തിനെക്കാളും കൂടുതൽ സമയമാവും. തീർന്നാ ഇതൊന്നും പണിയില്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടാണ് ലോഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടില്ലെങ്കിൽ ഷീറ്റ് ഡാമേജ് ആവും. പൈസ കൊടുത്ത് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് അത് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ലോഡ് ചെയ്തിട്ടുള്ളത്. മൂപ്പർക്ക് പിന്നെ ഇതൊന്നും പുത്തരില്ല. മൂപ്പര് ഈ കേരളം മൊത്തം ചുറ്റി എവിടെ പോയിട്ടും പരിപാടിയൊക്കെ ചെയ്താൽ മൂപ്പര് ഒരുപാട് വട്ടം ഇവിടെ വന്നേക്കണം. അതാണ് നമ്മൾ നസിയാക്ക. അപ്പോൾ ഏതായാലും കഴിഞ്ഞ നസിയാക്ക കഴിഞ്ഞാൽ അവിടെ ഇറക്കുമ്പോൾ ഈ ഇത്ര സമയത്തിനുള്ളിൽ ഇറക്കി തരില്ല അല്ലേ? അപ്പോൾ ടൈം പിടിക്കും അല്ലേ? അപ്പോൾ ഇതാണ് ഒന്നുകൂടി കാണിച്ചത്. ഇതാണ് നമ്മളെ കുമ്മഞ്ചേരി ഹാർഡ്വെയർസിൻ്റെ യാർഡ്. ഇവിടെ ഇപ്പോൾ ഭയങ്കര ഇപ്പോൾ അടുത്ത് വന്നതാണ് സംഭവം. ഇതിന് മുന്നൊക്കെ ആണെങ്കിൽ എറണാകുളം ഭാഗത്തു നിന്നൊക്കെയാണ് വരല്. അപ്പോൾ നമുക്ക് ഓർഡർ ഉണ്ടാകുമ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ പിടിക്കും കസ്റ്റമേഴ്സിനോട് പറയും. ഇപ്പോൾ ഇതാകുമ്പോൾ ഇന്ന് രാവിലെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്കും വൈകുന്നേരമൊക്കെ അതേമാതിരി കൊടുക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സംഭവം ഇവിടെ വന്നുകൊണ്ട് അതൊരു ടൈം ലാഭിക്കുക, കസ്റ്റമേഴ്സിന് എത്രയും പെട്ടെന്ന് സാധനങ്ങൾ കൊടുക്കുക, അങ്ങനെയൊക്കെ സാധിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് ബില്ല് കിട്ടി.
ഇപ്പൊ ഞങ്ങള് പോവാണ് തിരിച്ച് കടയ്ക്ക് ഞാൻ അവിടെ ഇറങ്ങും. നിങ്ങളോ? സൈറ്റിൽ പോയി സൈറ്റിൽ കണ്ടില്ലേ ഇവിടെ പോയി അടുത്ത പ്രാവശ്യം വേറെ കമ്പനി ഇവിടെ വേറൊരു ഷീറ്റ് കമ്പനി പ്രവർത്തിക്കേണ്ടതാണ് നമ്മുടെ വാക്കിലൊക്കെ കിട്ടും. കാണണമായിരുന്നുണ്ട് അതിനുള്ളിൽ ഞാൻ ഒരു ചെറിയ സ്ഥലത്തേക്ക് മാത്രമേ വന്നിട്ടുള്ളത്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാടുണ്ട്. ഇപ്പൊ വീഡിയോ എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു ഏരിയയിലുണ്ട് ഒരുപാട് കമ്പനികളുണ്ട്. ആ കാരണം കവാടത്ത് കുറച്ചെങ്കിലും വന്ന് ലെഫ്റ്റ് എടുത്ത് കയറി. പിന്നെ അവിടുത്തെ ഒരുപാട് ആൾക്ക് പോകാനുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ ദൂരെയൊക്കെ ഒരുപാട് പണി നടക്കുന്നതും ഓരോ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. ഇതൊരു കോമ്പൗണ്ടാണ്. ഏതായാലും ഇവിടെ വന്ന് സംഭവം കാണാൻ പറ്റി. ഇങ്ങനെ സംഭവമുള്ള ഞാൻ അറിയില്ല. ഞാൻ ഒരു കുമ്മഞ്ചേരി കുന്നിന്റെ മേലെ അവർ സ്ഥലം തവളി ആട് പിടിക്കുന്നതിനൊക്കെ എത്തി. പക്ഷെ അങ്ങനെയല്ല. ഏതായാലും സംഭവം പൊടിച്ച് ഇതിനെന്താ സ്റ്റാർട്ടിങ് തന്നെ ഈ പഠിക്കുന്ന റോഡിന്റെ സ്റ്റാർട്ടിങ് ആണ്. അപ്പൊ ഏതായാലും നമുക്ക് കാണാം. ഞങ്ങൾ നേരൊക്കെ ഷോപ്പിൽ പോട്ടെ. സെക്യൂരിറ്റി അന്തം പൊട്ടിക്കുന്നുണ്ട് സംഭവം.